നമസ്തേ. 2026 വിഷുഫലം. പോരാട നക്ഷത്രക്കാർക്കും കഴിഞ്ഞൊരു വർഷത്തേക്കാളും മാറ്റാണ് ഈ ഒരു വർഷം വരുന്നത്. അപ്പോൾ ഗുണത്തിനും ദോഷത്തിനും സമ്മിശ്രമായിട്ടുള്ളൊരു ഗുണം വരികയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് 4 ശനീശ്വരൻ ഉള്ളത്. വ്യാഴം 7 അപ്പോൾ സ്ഥാനമാനങ്ങൾ ഉണ്ടാവും, പ്രതീക്ഷിക്കാത്ത ധനങ്ങൾ, അതൊക്കെ വന്നിരുന്ന് ഈ ഒരു വർഷത്തിന്റെ പകുതി മുതൽ അവർക്കൊരു മാറ്റാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധിക്കുക. നമുക്ക് ഇത്രയും ഗുണങ്ങളുണ്ടായി പെട്ടെന്ന് എന്താണ് ബ്ലോക്ക് വരുന്നത്. പിന്നെ അതേപോലെ രോഗാവസ്ഥകളെ വളരെയധികം ശ്രദ്ധിക്കുക. രോഗമാണ് ഇവിടുത്തെ ഏറ്റവും പ്രശ്നം വരുന്നത്. കർക്കിടക രാശിയിലേക്കൊക്കെ വ്യാഴം വരുമ്പോൾ അവർക്ക് നീർക്കെട്ട്, ശ്വാസതടസ്സങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് രോഗങ്ങളെയാണ് ഇവിടെ വളരെയധികം സൂക്ഷിക്കേണ്ടത്. അത് മനസ്സിലാക്കുക. ധന്വന്തരി ക്ഷേത്രത്തിൽ പോവുക, മുക്കുടി നിവേദ്യം കഴിക്കുക, ശിവന്റെ അമ്പലത്തിൽ പോവുക, മൃത്യുഞ്ജയ ഹോമം, രുദ്രാഭിഷേകം, അതൊക്കെ ചെയ്യുമ്പോൾ മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്തു പോവാം. ഈ ഒരു വർഷം മുഴുവൻ അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫലത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. സാമ്പത്തികമായിട്ട് അവർക്ക് വരും തിരിമറികൾക്കോ അങ്ങനെയൊക്കെ. നമുക്ക് സാമ്പത്തികമല്ല അവിടുത്തെ വിഷയം, രോഗങ്ങളെയാണ് വളരെയധികം സൂക്ഷിക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ ജാതകത്തിലെ ദശാകാലവും അന്തർദശകൾക്കൊക്കെ ഒരു മാറ്റം വരും. എങ്കിലും നമുക്ക് ഈ ഗോചര ഫലം ഒരു വർഷത്തെ ഫലത്തിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോവാം. പൂരാട നക്ഷത്രക്കാർ.